ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാമലാസ് ടേസ്റ്റി റെസിപ്പി. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒത്തൻറ്റിക്കായ സീഖ് കബാബാണ് തയ്യാറാക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നാൽ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ടേക്ക് പോകാം. സീഖ് കബാബ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പച്ചമുളകും ഇഞ്ചിയും അടങ്ങുന്ന ഒരു പേസ്റ്റ് തയ്യാറാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള 2 കഷ്ണം ഇഞ്ചി, 6 വെളുത്തുള്ളി, 5 പച്ചമുളക്, ഒരു പിടിയോളം മല്ലിയില. ഇത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി കബാബിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് ഉള്ളി നമ്മൾ ഇടാൻ പാടില്ല, കാരണം ഉള്ളിയിൽ ഒരുപാട് വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു തുണി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നല്ല പൊടിയായി അരിഞ്ഞ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉള്ളി എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇതേ രൂപത്തിൽ പൊടിയായി അരിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഈ തുണിയിലിട്ടിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ നമുക്ക് ഒന്ന് കളയണം. അതിന് വേണ്ടിയിട്ട് ഒരു കോട്ടൺ തുണിയിൽ ഇതേപോലെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഈ ഉള്ളിൻ്റെ വെള്ളമൊക്കെ എന്ത് ചെയ്യും, നമുക്ക് കളയാൻ പറ്റും. കണ്ടില്ലേ? കാരണം കബാബ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് കബാബ് നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും വീട്ടിൽ തന്നെ. ഉള്ളിൽ ഒട്ടും തന്നെ വെള്ളം ഇല്ലാണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതേ രൂപത്തിൽ കളയാം വെള്ളം. ഓക്കെ, അങ്ങനെ ഞാൻ വെള്ളമൊക്കെ പാത്രത്തിൽ നിന്ന് മാറ്റി. ഇതാ നമ്മളെ ഉള്ളി കണ്ട നല്ല വെള്ളമൊന്നും ഇല്ലാണ്ട് നല്ല പൊടിയായി വന്നത്. ഇത് നമുക്ക് മാറ്റി വെക്കാം. സീഖ് കബാബിൻ്റെ ബീഫ് എടുത്തിട്ടുണ്ട്. ഞാൻ ബീഫ് സീഖ് കബാബാണ് തയ്യാറാക്കുന്നത്. ഇതിലൊട്ടും തന്നെ വെള്ളം ഉണ്ടായിരിക്കാൻ പാടില്ല. ഓക്കെ, ഇതേപോലെ നല്ലതുപോലെ മിൻസാക്കി വെച്ചിട്ട്, അതായത് കീമ പോലെ ആക്കിയിട്ടാണ് ഉണ്ടാകേണ്ടത്. പക്ഷെ അതേപോലെ നല്ല ഡ്രൈയും ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാനുണ്ട്. ഫസ്റ്റായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒരു ചതച്ചത്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ചിട്ടുണ്ടല്ലോ വെള്ളമൊക്കെ കളഞ്ഞിട്ടുള്ള ആ ഒരു 4 ഉള്ളി ഇതേപോലെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര്, 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലെക്സ്, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത മല്ലി. ഇത് സ്കിപ്പാക്കരുത് കേട്ടോ. നമ്മൾ ഈ ഒരു സീഖ് കബാബിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുന്നത് ഈ ഒരു ക്രഷ് ചെയ്ത മല്ലിയും കൂടി ഇടുമ്പോഴാണ്. എന്നാൽ നന്നായ ഒരു ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടും. ലാസ്റ്റായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല എന്താ പറയുക, ജുംബ്ലിങ് എന്ന് പറഞ്ഞിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ പ്രത്യേകം ഈ ഒരു കബാബിന് ശ്രദ്ധിക്കാൻ പറയുന്ന ഒരൊറ്റ കാര്യം, നിങ്ങൾ വെള്ളം ഈ ബീഫ് കീമ ആക്കുന്നതിലൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, വെള്ളം ഉണ്ടാവാൻ പാടില്ലേ. വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കബാബിൻ്റെ ഷേപ്പാക്കി എടുക്കുമ്പോൾ ഫുൾ അലിഞ്ഞ പോലെ ഉണ്ടാവുക. അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. അങ്ങനെ ഞാൻ നല്ലതുപോലെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു അരമണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ ഞാൻ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് മിക്സ് ആയിട്ടുണ്ട് നമ്മളെ മസാല. ഇനി നമുക്ക് സീഖ് കബാബ് എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അങ്ങനെ ഞാനൊരു കബാബ് സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു ഫോയിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, മൊത്തം ഒന്ന് റാപ്പ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ നല്ല പ്രസ് ചെയ്തിട്ട് ഇതിനൊന്ന് മൊത്തത്തിൽ തന്നെ കവർ ചെയ്തിട്ട് നമർത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലാണ് നമുക്ക് കബാബ് സെറ്റ് ചെയ്തെടുക്കേണ്ടത്. നമുക്ക് 1 കിലോ ഈ ബീഫ് കീമ വെച്ചിട്ട് നമുക്കൊരു 15-16 വലിയ കബാബ് വരെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലേ.
ഇതാ ഇതേപോലെ കുറച്ച് വലിയ ഉരുള എണ്ണാക്കി എടുക്കണം. കുറേ ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ കുറച്ച് പേര് മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യും അതുപോലെ ലൈക്കും ചെയ്യുന്നുള്ളൂ. പ്ലീസ് ഇതിൻ്റെ കൂടെ തന്നെ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ. ആദ്യം കബാബ് മിക്സ് എന്ത് ചെയ്യുക, ഈ സ്റ്റിക്കിലേക്ക് പിടിപ്പിക്കുക. അതിനുശേഷം നമുക്ക് ഇതേപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ കട്ടിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് കബാബ് പൊരിച്ചെടുക്കാം. അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്, നമ്മൾ ഒരുപാട് ഓയിൽ ഇട്ടിട്ട് കബാബ് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കൂല. ഒരു നല്ല തവയിൽ നല്ല ഓയിൽ ചൂടായതിന് ശേഷം ഓയിൽ മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സ്റ്റിക്ക് ഉണ്ടല്ലോ, അത് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഫ്രൈ ആയി വരുമ്പോഴേക്കും ഇതേ കബാബ് മിക്സ് കൊണ്ട് ഒരു അടിപൊളി കബാബും കൂടി നമുക്ക് തയ്യാറാക്കി എടുക്കാം. സീക്ക് കബാബിൻ്റെ മസാലനെ കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചാപ്ലി കബാബും കൂടി തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ചൂടായ സമയത്ത് നമ്മൾ ഇതേപോലെ ഓയിൽ എന്ത് ചെയ്യുക, ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നമ്മൾ മസാല എന്ത് ചെയ്യുക, ഒന്ന് ബോളാക്കി എടുക്കുക. ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചാപ്ലിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. സമയത്ത് നമ്മൾ തക്കാളി എന്ത് ചെയ്യാം, തക്കാളിയും ഒരു ഉള്ളിയും നമുക്കൊന്നുണ്ട്, അത് വാട്ടിയെടുക്കാം. അങ്ങനെ ചാപ്ലി കബാബും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമുക്കൊന്ന് ചെയ്യാം, ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ അതേപോലെ കബാബ് സ്റ്റിക്ക് ഇല്ലെങ്കിൽ നമ്മളെ ചോപ്പ് സ്റ്റിക്ക് ഉണ്ടല്ലോ, ഇതേപോലെ വലുതും ചെറുതും ഒക്കെ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നമ്മളെ കബാബ് ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ അടിപൊളി സീക്ക് കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ 2 കബാബ് ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 2 നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഹോട്ടലൊന്നും പോകേണ്ട ആവശ്യമില്ല, വീട്ടിൽ നിന്ന് അടിപൊളിയായിട്ട് ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അടുത്ത പുതിയ റെസിപ്പിയുടെ വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.